മറിച്ചുവിറ്റ് BJP കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 6 കോടി രൂപയ്ക്ക് വാങ്ങിയ കൃഷിഭൂമി 313 കോടി രൂപയ്ക്കാണ് മറിച്ചുവിറ്റത്. BPL ഇന്ത്യ ലിമിറ്റഡിന് വ്യാവസായിക ആവശ്യത്തിന് അനുവദിച്ച കൃഷിഭൂമിയാണ് മറിച്ചുവിറ്റിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയ രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയിൽ ഭാര്യയും ഡയറക്ടറും. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനായ ജഗദീഷ് കുമാർ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പരാതി നൽകിയിരിക്കുകയാണിപ്പോൾ. His father-in-law, I think Gopal Nambiyar, applied for KDB for a industrial land. Just nearby 50 kilometers, Dabaspete, they get 149 acres of industrial land, paying 6 crores in 1995. Raju Chandrasekhar's father-in-law and wife, who are a director for BPL India Limited, they take the land, they don't build the factory or establish the factory or create a labor. In 2004, they mortgaged the land to Bank of Kuwait. Raju Chandrasekhar is quite influential in Karnataka. Katta Subramanya Naidu, that minister, in this case also the same minister has told KDB, give it to them, let them sell it, as though that belongs to BJP. Katta Subramanya Naidu and this fellow, they have sold it. Poor farmers who are growing I think crops, they got only 1 lakh rupees. For these people, they paid only 1 lakh rupees per acre, but whereas in 2009 they sold it for each acre for 5 crores. I think Prime Minister Narendra Modi should audit such type of people whom he has kept in his party. The Modi government should, Home Minister should find out and ensure there is a CBI inquiry on this for such a fraud. This is nothing but a big scam which has to be investigated by SIT. They wanted to escape the clutches of the law. I think they are trying to buy even from Congress also, but from Congress government it's been 15 days, there is no action. വലിയ കുംഭകോണമാണ് നടന്നിരിക്കുന്നത്. ഭൂമി കുംഭകോണത്തിൽ CBI അന്വേഷണം വേണമെന്നതാണ് ഇപ്പോൾ പരാതിക്കാരന്റെ ആവശ്യം. ഏതായാലും ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. CPIM-ഉം പരാതി അതീവ ഗൗരവമുള്ളതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ റിപ്പോർട്ടിനോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ ലീസിന് കൊടുത്ത ഭൂമി സാധാരണ രീതിയിൽ വിൽക്കാൻ അവകാശമുണ്ട്. അത് വിൽക്കാൻ സാധിച്ചത് അന്നത്തെ BJP ഗവൺമെന്റിനെ ഉൾപ്പെടുത്തിയിട്ടാണ്. ആ മന്ത്രിയുടെ മകനും ഇപ്പോഴും അഴിമതിയുടെ കേസിന്റെ ഭാഗമായിട്ട് ജയിലിലാണ്. എന്ന് പറഞ്ഞാൽ BJP ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് കോടിക്കണക്കിന് ഉറുപ്പിയുടെ 500 കോടി ഉറുപ്പിയുടെ ഇടപാടാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. ഇവിടുത്തെ BJP നേതൃത്വം എന്ത് നിലപാടാണ് ഇത് സംബന്ധിച്ച് സ്വീകരിക്കുന്നത് എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കണം. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം ഈ അന്വേഷണം നടത്താൻ. ഇല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലും ഇത് മുങ്ങിപ്പോകും. TV പ്രസാദും റോഷിപാലും സായികുമാറുമാണ് ചേരുന്നത്. നമുക്ക് അത് TV പ്രസാദിലേക്ക് പോകാം. പ്രസാദ്, 6 കോടി രൂപ മാത്രമാണ് ഇതിൽ ചെലവായിരിക്കുന്നത്. കർഷകരുടെ ഭൂമി അത് വാങ്ങിയെടുക്കുന്നു, അത് വ്യാവസായിക ആവശ്യത്തിന് നൽകിയതാണെന്ന പേരിൽ അത് തട്ടിയെടുത്തുകൊണ്ട് പിന്നീട് അത് വൻകിട കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ചു വിൽക്കുകയാണ്. 313 കോടി രൂപയ്ക്ക് മറിച്ചു വിറ്റു എന്ന രേഖകളിൽ തന്നെ വ്യക്തമാണ്. അത് 500 കോടിയിലധികം വരുമെന്ന് പരാതിക്കാരനും പറയുകയാണ്. ഏതായാലും കർണാടകയിലെ ഒരു വലിയ ഭൂമി കുംഭകോണമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അത് തന്നെയാണ് വിനീത ഉപയോഗിച്ച വാക്ക് തന്നെയാണ് അതിൽ വേണ്ടത്. ഇത് വെറും ഭൂമി തട്ടിപ്പല്ല, ഇത് ഭൂമി കുംഭകോണമാണ്. ഭൂമി കുംഭകോണം എന്നുള്ളത് അതിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഇതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതിൻ്റെ തുടക്കം എന്നുള്ളത് കർണാടകയിൽ വ്യവസായ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ തുടങ്ങാൻ വ്യാപകമായി അവിടെ ഭൂമി പാട്ടത്തിന് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് 1995 ആ രാജീവ് ചന്ദ്രശേഖറിൻ്റെ BPL കമ്പനിക്ക് കളർ ടെലിവിഷൻ, അതുപോലെ ബാറ്ററി, ട്യൂബ് ഇവ നിർമ്മിക്കാനുള്ള ഫാക്ടറികൾ തുടങ്ങുന്നതിന് വേണ്ടി 175 ഏക്കർ ഭൂമി കൊടുക്കാൻ തീരുമാനിക്കുന്നതിൽ 149 ഏക്കർ ഭൂമിയാണ് രേഖകൾ പ്രകാരം കൊടുത്തത്, കൈമാറിയത് എന്ന് കാണുന്നു. ഈ 149 ഏക്കർ ഭൂമിയിൽ
ഫാക്ടറിയോ നിർമ്മാണ യൂണിറ്റോ തുടങ്ങിയില്ല എന്ന് മാത്രമല്ല, ഒരു കെട്ടിടം പോലും അവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ വ്യാവസായിക ആവശ്യത്തിന് എന്ന പേരിൽ പാട്ടത്തിന് വാങ്ങിയ ഭൂമി അത് പിന്നീട് സ്വന്തം ഉടമസ്ഥതയിലാക്കിയതിന് ശേഷം ബാങ്കിൽ പണയം വെച്ചതിന് ശേഷം പിന്നീട് അത് വിൽക്കുകയാണ് വലിയ വലിയ കമ്പനികൾക്ക്. അങ്ങനെ ഇതുവരെ വിറ്റ ഡോക്യുമെന്റുകൾ കണക്ക് കൂട്ടുമ്പോൾ മാരുതി സുസുക്കി അടക്കം 313.9 കോടി രൂപയുടെ കച്ചവടമാണ് അവിടെ നടന്നിരിക്കുന്നത്. 6 കോടിയാണ് ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ചെലവായി ഉണ്ടായത്. 6 കോടി ചെലവഴിച്ച് 313 കോടി രൂപ തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ആദ്യം അതിൽ കർഷകരുടെ കണ്ണീരുണ്ട്. കർഷകരിൽ നിന്നാണ് തുച്ഛമായ വിലയ്ക്ക് സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കുന്നത്. ഈ ഭൂമിയാണ് പിന്നീട് പാട്ടത്തിന് കൊടുക്കുന്നത്. ആ പാട്ടത്തിന് കൊടുത്ത ഭൂമിയിലാണ് ധാരാളം പേർക്ക് തൊഴിൽ നൽകുമെന്നും വലിയ ഫാക്ടറി വരുമെന്നും സർക്കാരിനെ വിശ്വസിപ്പിച്ചുകൊണ്ട് അതൊന്നും ചെയ്യാതെ പിന്നീട് ആ ഭൂമി മറിച്ചു വിൽക്കുന്നത് കോടിക്കണക്കിന് രൂപയ്ക്ക്. അങ്ങനെ 313 കോടി രൂപയുടെ രേഖകളാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതൊന്നുമല്ല യഥാർത്ഥ കണക്ക് എന്നതാണ് പരാതിക്കാരൻ പറയുന്നത്. പരാതിക്കാരൻ പറയുന്നതനുസരിച്ച് ഇത് 500 കോടിക്ക് മുകളിൽ വരുന്ന തട്ടിപ്പാണ് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കർണാടകയിലെ BJPയിൽ നല്ല സ്വാധീനമുള്ള, നേരത്തെ BJPയുടെ കേന്ദ്ര സഹമന്ത്രിയും അതുപോലെ BJPയുടെ രാജ്യസഭാ അംഗവും എല്ലാമായിരുന്ന, ഒരുപാട് വ്യവസായങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ സ്വന്തമായുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ കമ്പനിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ കൊള്ളയുടെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇത് വെറും തട്ടിപ്പല്ല വിനീത, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വലിയ ഭൂമി കുംഭകോണമാണ്. അതാണ്. മാത്രമല്ല മുൻ കേന്ദ്രമന്ത്രി തന്നെ ആയിരുന്നത് കൊണ്ട് തന്നെ ഇതിലെ കേസുകൾ അല്ലെങ്കിൽ പരാതികളൊക്കെ ഒതുക്കി തീർക്കാനും രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു എന്നതാണ്. അത്തരത്തിലൊരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന ആരോപണം തന്നെയാണ് ഉയരുകയും ചെയ്യുന്നത്. റോഷിപാൽ കൂടി ചേരുന്നു. റോഷിപാൽ, ഇതിലിപ്പോൾ പരാതിക്കാരൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ലോകായുക്തയെ സമീപിച്ചിരുന്നു, സംസ്ഥാന സർക്കാരുകളെ സമീപിച്ചിരുന്നു, ഇതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിനായി മുന്നോട്ട് പോയതും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തത്. ഇതിലിപ്പോൾ CPM മറ്റ് ഇടതു പാർട്ടികളൊക്കെ തന്നെ ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. വലിയ കുംഭകോണം നടന്നിരിക്കുന്നു, അതിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് CPM ഉയർത്തുന്നത്, അല്ലെ? വിനീത, അങ്ങനെയാണ് CPM ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ ഒരു വലിയ ഭൂമി കുംഭകോണത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്ന വിവരം അത് ഞെട്ടിക്കുന്നത് എന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നത്. മാത്രമല്ല, ഈ കാര്യത്തിൽ പരാതിക്കാരൻ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് അംഗീകരിക്കണം എന്നുകൂടി CPM നേതൃത്വം പറയുന്നുണ്ട്. വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ പ്രചരിപ്പിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണമില്ലെങ്കിൽ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത കൂടി CPM നേതൃത്വം കാണുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിന്റെ കൂടി അറിവോടെയാണ്, സർക്കാരിന്റെ അറിവോടെയാണ് ഇത്തരമൊരു തട്ടിപ്പ് അന്ന് രാജീവ് ചന്ദ്രശേഖർ നടത്തിയതെന്ന ആരോപണം കൂടി CPM നേതൃത്വം ഉയർത്തുന്നു. ഏതായാലും ഇപ്പോഴും കോൺഗ്രസ് ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളൊക്കെ ഇത് രാജീവ് ചന്ദ്രശേഖറിനെതിരെ വലിയ രീതിയിൽ വിമർശനമുയർത്തി വ്യാപക പ്രചാരണം നടത്തുന്നുണ്ടെങ്കിലും നേതാക്കൾ മൗനം തുടരുകയാണ്. കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസാണ്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് KN ജഗദീഷ് കുമാറിന്റെ പരാതിയിൽ എന്താണ് തുടർ നടപടി സ്വീകരിക്കുക എന്നത് പ്രധാനമാണ്. സ്വാഭാവികമായും വിഷയം പരിശോധിച്ച ശേഷം മറുപടി പറയാം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, BJP ഒന്നാകെ പ്രതിസന്ധിയിലാകുന്ന തരത്തിലാണ് ഈ ഗുരുതരമായ ആരോപണങ്ങളും അത് സംബന്ധിച്ച തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BJPയുടെ നേതാക്കൾ പ്രതികരിക്കണമെന്ന ആവശ്യമാണ് CPM ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയം രാഷ്ട്രീയായുധമാക്കി BJPയെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു അവസരമായി കണ്ടു തന്നെ CPM മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിനീത, ശരി, സായ്കുമാറിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. സായ്കുമാർ, റോഷി പറഞ്ഞു നിർത്തിയെടുത്തത് നമുക്ക് തുടങ്ങാം. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒപ്പം മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായിട്ടുള്ള വ്യക്തിയായിരുന്നു. ആ സമയത്ത് ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതാണ് പരാതിക്കാരൻ പറയുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരാതിക്കാരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ 1 ലക്ഷം രൂപ മാത്രമാണ് ഈ കർഷകർക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ വൻകിട കമ്പനികൾക്ക്, മാരുതി സുസുക്കി ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് മറിച്ചു വിറ്റതിലൂടെ ഏതാണ്ട് 300 കോടിയിലധികം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. തീർച്ചയായും വിനിതാർത്ഥത്തിൽ വലിയ തട്ടിപ്പ് നടന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരനായ അഡ്വക്കേറ്റ് ജഗദീഷ് സുപ്രീം കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും നൽകിയ പരാതിയിൽ, കൃത്യമായ രേഖകൾ സഹിതം അദ്ദേഹം നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്.
അദ്ദേഹം പറയുന്നത് പ്രകാരം 6 കോടി രൂപ ചിലവിട്ട് 500 കോടിയുടെ തട്ടിപ്പ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അതായത് കർഷകരിൽ നിന്ന് വളരെ തുച്ഛമായ വിലയ്ക്ക് 1 ലക്ഷത്തിൽ പരം രൂപയ്ക്ക് വ്യാപകമായി ഭൂമി കൈക്കലാക്കുകയും അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും തൊഴിലടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകുകയും അവരുടെ ഭൂമി സ്വന്തമാക്കുകയും പിന്നീട് വർഷങ്ങളോളം അത് തരിശായിടുകയും പിന്നീട് മാർക്കറ്റ് വിലയ്ക്ക് വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് അത് വിൽക്കുക വഴി വൻ ലാഭം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഒക്കെ ഉടമകളായിട്ടുള്ള കമ്പനിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പരാതി. ഇതിൽ അന്നത്തെ സംസ്ഥാനത്തെ അന്ന് അധികാരത്തിലിരുന്ന BJP സർക്കാരിനും വലിയ പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CBIക്ക് പരാതി നൽകിയിട്ടുണ്ട്, EDക്ക് പരാതി നൽകിയിട്ടുണ്ട്, ലോകായുക്തയുടെ മുന്നിൽ ഈ വിഷയമുണ്ട്. അതോടൊപ്പം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ കോടതികളിലേക്ക് കൂടി ഈ പരാതികൾ എത്തുന്നത്. കോടതി മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. വലിയ സമ്മർദ്ദം തനിക്ക് മേലുണ്ട് എന്ന് കൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെയൊരു പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് പിന്മാറാൻ വലിയ സമ്മർദ്ദമുണ്ട്, അതോടൊപ്പം വലിയ ഭീഷണികളുണ്ട്, പോലീസ് സംരക്ഷണം തനിക്ക് വേണം എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നതോടൊപ്പം ഒരു തരത്തിലും ഈ നിയമ പോരാട്ടത്തിൽ നിന്ന് താൻ പിന്നോട്ടില്ല. ഇത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കളടക്കം മുൻ മന്ത്രിക്കടക്കം പങ്കുള്ള ഒരു കേസാണ്. രാജീവ് ചന്ദ്രശേഖർ അത്രമേൽ സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ് BJPക്കകത്ത്. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് കോടതി മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം വേണം എന്ന് താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ലഭ്യമായിട്ടുള്ള രേഖകളെല്ലാം പരാതിക്കൊപ്പം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവർ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറുകളൊക്കെ ഈ രേഖയുടെ ഭാഗമായുണ്ട്. അതിലൊക്കെ കർഷകരുടെ ഭാഗത്ത് നിന്ന് ഭൂമി വാങ്ങുകയും പിന്നീട് അവരെ വഞ്ചിക്കുകയും ആണ് ഉണ്ടായത്. അപ്പോൾ ഈ കർഷകർക്ക് അവരുടെ ഭൂമി തിരിച്ചു കൊടുക്കണം, അവരുടെ അന്നം നൽകുന്ന അവരുടെ വരുമാന മാർഗമാണ് ഇതിലൂടെ മുട്ടിപ്പോയത്. വളരെ തുച്ഛമായ പണം മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ കമ്പനി വലിയ ലാഭം ഇതിലൂടെ ഉണ്ടാക്കുകയും ചെയ്തു. അത് നിയമവിരുദ്ധമാണ്. ഇത് വിൽക്കുക മാത്രമല്ല, അതിനു മുൻപ് ഇത് പണയം വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇതുവഴി ഒരു വലിയ ഭൂമി കുംഭകോണം തന്നെ നടന്നിട്ടുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ പരാതിക്കാരനായ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. ഇതിൽ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിലപാട് നിർണായകമാണ്. എന്താണ് ഇപ്പോൾ ഇനി കോടതി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്നറിയണം. ഏതായാലും CPM ഇതിനെ രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുക്കുന്നു. കോൺഗ്രസിന് മറുപടിയുണ്ട്. ഒപ്പം രാജീവ് ചന്ദ്രശേഖറിന് ഇതിൽ എന്താണ് പറയാനുള്ളത്? ഒരു വലിയ കുംഭകോണമാണ് കർണാടക സർക്കാരിന്റെ ഭൂമി വിറ്റതിലൂടെ നടന്നിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. അതിന്റെ രേഖകൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്യുന്നു. ഏതായാലും